أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يصهر به ما في بطونهم والجلود ولهم مقامع من حديد كلما أرادوا أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1071 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്ത് ക്ലാസ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يصهر به ما في بطونهم والجلود ولهم مقامع من حديد كلما أرادوا أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സൂറത്തുൽ ഹജ്ജിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ തുടക്കം മുതൽ നമ്മൾ ഇന്നലെ പഠന വിധേയമാക്കിയ 18-ാമത്തെ ആയത്ത് വരെ മുഖ്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് വിവരിച്ച ഒരു കാര്യമുണ്ട്. പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തോട്, അവരുടെ സന്ദേശത്തോട് വിവിധ കാലങ്ങളിലായിട്ട് സമൂഹം എങ്ങനെ പ്രതികരിച്ചു എന്നതാണ് അവിടെ ഉയർത്തിക്കാണിക്കപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യം. ആ ഒരു ആശയത്തിന്റെ ഒരു പരിസമാപ്തി കുറിക്കലാണ്, ഒരു സംഗ്രഹമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. 2 ആയത്തുകൾ കൂടി പിന്നിടുന്നതോടുകൂടി ഈ സൂറത്തിന്റെ മക്കയിൽ അവതരിച്ച ആയത്തുകൾ അവസാനിക്കുകയാണ്. ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകൾ പ്രപഞ്ചത്തിലുള്ള സകലതും, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും തന്നെ, ജീവനുള്ളതും അചേതനമായതും ഒക്കെ തന്നെ അള്ളാഹുവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അള്ളാഹുവിന് പ്രണാമം അർപ്പിക്കുക എന്നത് സകല സൃഷ്ടിജാലങ്ങളുടെയും പ്രകൃതമാണ്. പ്രപഞ്ചനാഥനായ തങ്ങളുടെ സ്രഷ്ടാവിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള, അവനെ വണങ്ങിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നതാണ് സൃഷ്ടിജാലങ്ങളുടെ ഒക്കെ തന്നെ പ്രകൃതം. മനുഷ്യന്റെയും വളരെ നിർണിതമായ ഒരു മേഖലയിൽ ഒഴിച്ചു നിർത്തിയാൽ മനുഷ്യ പ്രകൃതം അതാണ്. മനുഷ്യന്റെ ശരീരവും മസ്തിഷ്കവും ശരീരത്തിന്റെ വിവിധ ഫങ്ഷനുകളൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്ന വിവിധ
വ്യവസ്ഥകൾ, നാഡീ വ്യൂഹ വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, ഇങ്ങനെ പല സിസ്റ്റംസും ഉണ്ട് ശരീരത്തിൽ. ഇതൊക്കെയും തന്നെ അള്ളാഹുവിനെ വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ ആജ്ഞകളെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. മനുഷ്യന്റെ കാര്യത്തില് സ്വയം തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു മേഖലയുണ്ട്. ആ ഒരു മേഖലയിൽ മാത്രമാണ് മനുഷ്യന് അള്ളാഹുവെ അനുസരിക്കാനും അള്ളാഹുവിനെ ധിക്കരിക്കാനും ഒക്കെ ഉള്ള അവസരം ലഭിക്കുന്നത്. അപ്പൊ സൃഷ്ടിജാലങ്ങളൊക്കെയും തന്നെ അവ അള്ളാഹുവിന് വണങ്ങുന്നു, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നു എന്നതാണ് അവയുടെ പ്രകൃതമായിട്ട് കാണാൻ സാധിക്കുക. ഒരാളും അതിന് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ ഒന്നും തന്നെ അതിന് സന്നദ്ധത ഇല്ലാത്തവരായി നിലകൊള്ളുന്നില്ല. ജിന്നുകളുടെയും മനുഷ്യരുടെയും കാര്യത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു മേഖലയിലൊഴികെ. അപ്പൊ ആകാശങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും അതുപോലെ ജന്തുജാലങ്ങളും മനുഷ്യരിൽ ഏറെ പേരും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന് കീഴ്പ്പെട്ടുകൊണ്ട് അവന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. ശിക്ഷ അർഹിക്കുന്നവരായി മാറിയ ഒരുപാട് പേര് വേറെയുമുണ്ട്. അവരും അവരുടെ ഈ മേഖലയിൽ ഒഴികെയുള്ള ബാക്കി എല്ലാ മേഖലകളിലും അവർ അള്ളാഹുവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെയാണുള്ളത്. അള്ളാഹുവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് കഴിയുക എന്നത് ഏതൊരു സൃഷ്ടിയെയും സംബന്ധിച്ചിടത്തോളം വലിയ ആദരണീയമായ ഒരു അവസ്ഥയാണ്. ചിലർ ആ ആദരണീയതയുടെ മഹത്വം മനസ്സിലാക്കാതെ സ്വയം ഇകഴ്ത്തുന്നവരായി, സ്വയം നിന്ദിക്കുന്നവരായി മാറും. അങ്ങനെ സ്വയം നിന്ദിതരാകുന്ന ആളുകൾ അവർക്ക് ആദരണീയത നൽകുന്ന ഒരാളെയും കണ്ടെത്താൻ നിനക്ക് സാധ്യമല്ല എന്നാണ് അള്ളാഹു അവിടെ വ്യക്തമാക്കിയിട്ടുണ്ടായത്. വമൻ യുഹിനില്ലാഹു ഫമാലഹു മിൻ മുക്രിമൻ. ആരെയെങ്കിലും അള്ളാഹു നിന്ദിനാക്കിയെങ്കിൽ അത് സ്വയം നേടിയെടുത്തതാണ് ആ നിന്ദിത. അങ്ങനെയെങ്കിൽ അയാൾക്ക് ആദരവ് നൽകുന്നവരായിട്ട്, അയാളെ ആദരണീയനാക്കുന്നവനായിട്ട് ആരും തന്നെ ഇല്ല. ഒരു മുക്രിമും അയാളുടെ കാര്യത്തിനില്ല. ഇന്നല്ലാഹു യഫ്അലു മാ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ്. അവന്റെ പൂർണ്ണമായ ഇച്ഛാസ്വാതന്ത്ര്യത്തിലാണ് കാര്യങ്ങളുള്ളത്. ആരും അവനെ നിർബന്ധിക്കാൻ, പ്രേരിപ്പിക്കാൻ, ഫോഴ്സ് ചെയ്യാനൊന്നുമില്ല. അവന്റെ ഇച്ഛയാണ്, അവന്റെ ഇറാദത്താണ് അവൻ നടപ്പിലാക്കുന്നത്. അപ്പോ ഈ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണത്തിന്റെ മുഖ്യമായ ഊന്നൽ ഞാൻ ചൂണ്ടിക്കാണിച്ച വിധത്തിൽ മനുഷ്യര് ഉൾപ്പെടെയുള്ള ജീവജാലങ്ങള് അള്ളാഹുവിന്റെ സൃഷ്ടി പ്രപഞ്ചത്തിലെ സകലതും അവയുടെ ശുദ്ധമായ പ്രകൃതം എന്നത് അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. അതിനൊരു മടിയും അനിഷ്ടവും ഒന്നും കാണിക്കുന്നവരല്ല അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ. മനുഷ്യന്റെ കാര്യത്തില്, ജിന്നുകളുടെ കാര്യത്തില് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തതയുള്ളത്. ഈ കാര്യത്തില് മനുഷ്യര് രണ്ട് വിഭാഗങ്ങളാണ്, രണ്ട് വ്യത്യസ്ത കക്ഷികളാണ് എന്നാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് വകസീറും മിനന്നാസ്, ജനങ്ങളിൽ ഏറിയ പേരും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരാണ്. എന്നിട്ട് ഉടനെ പറഞ്ഞത് വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, വേറെ വലിയ ഒരു വിഭാഗം അവരുടെ കാര്യത്തിൽ അവർ ശിക്ഷ അർഹിക്കുന്നവരായി മാറിയിട്ടുണ്ട് എന്ന്. അപ്പൊ രണ്ട് വിഭാഗങ്ങളെ ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഒന്ന് സ്വമേധയാ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സന്നദ്ധരായ മനുഷ്യർ. രണ്ടാമത്തത് ശിക്ഷ
അർഹിക്കുന്നവരായി മാറിയിട്ടുള്ള ആളുകൾ. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ്. ഈ കാറ്റഗറൈസേഷനിലേക്ക് പരാമർശം നൽകുന്ന വിധത്തിലാണ് തുടർന്നുള്ള ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ വരുന്നത്. ആ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകൾ നോക്കാം. ആദാനി ഹസ്മാനി, ഇവ രണ്ടും രണ്ട് കക്ഷികളാണ്. രണ്ട് കക്ഷികൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തതയുള്ള, പ്രത്യേകതകളുള്ള, സ്വഭാവ ഗുണങ്ങളുള്ള, നിലപാടുകളുള്ള വ്യത്യസ്തമായ രണ്ട് കക്ഷികൾ. ഹസ്മ് എന്ന് പറഞ്ഞ കക്ഷി എന്നാണ്, ഒരു വിഭാഗം, ഒരു സംഘം എന്നൊക്കെയാണ് അർത്ഥം. ആദാനി ഹസ്മാനി, ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളാണ്, കക്ഷികളാണ്. ഇഖ്തസമു ഫീ റബ്ബിഹിം, അവര് കക്ഷിത്വത്തിലേക്ക് അകപ്പെട്ടിട്ടുള്ളത് അവരുടെ റബ്ബിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളിലാണ്. ഇഖ്തസമു ഫീ റബ്ബിഹിം, തങ്ങളുടെ നാഥനെ കുറിച്ചുള്ള നിലപാടിന്റെ കാര്യത്തിലാണ് അവര് തർക്കത്തിലായിട്ടുള്ളത്. ഇഖ്തസമ എന്ന് പറഞ്ഞാൽ തർക്കത്തിൽ ഏർപ്പെടുക എന്നാണ്. അങ്ങനെ തർക്കത്തിൽ ഏർപ്പെട്ട് വ്യത്യസ്ത വീക്ഷണഗതിക്കാരായി മാറുമ്പോഴാണ് അവരെ ഒരു ഹസ്മ് എന്ന് വിളിക്കുക. റൂട്ടിൽ ഈ രണ്ട് വാക്കുകളും ഒന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച ഹസ്മാൻ എന്ന് പറഞ്ഞല്ലോ, അത് ഹസ്മ് എന്നതിന്റെ ദ്വിവചനാണ്. ഈ ഹസമ എന്ന റൂട്ട് വേർഡിൽ നിന്നാണ് ഇഖ്തസമ എന്ന വാക്കും വരുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോ രണ്ട് വിഭാഗം ആളുകൾ അവര് തർക്കത്തിൽ ഏർപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് വിഷയത്തിലാണ്? ഫീ റബ്ബിഹിം, അവരുടെ നാഥന്റെ കാര്യത്തിൽ. തങ്ങളുടെ നാഥന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നാഥനുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ എന്തിനു വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു? അവൻ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? അതുപോലെ അവൻ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ അവനുമായി നമുക്ക് വല്ല ബന്ധവുമുണ്ടോ? തുടങ്ങിയിട്ടുള്ള, അവനല്ലാതെ ഈ പ്രവർത്തനങ്ങളിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ? അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ വിഷയങ്ങൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഈ വിഷയങ്ങളിൽ തർക്കത്തിലാണ് ഈ രണ്ട് വിഭാഗങ്ങൾ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. രണ്ട് വിഭാഗങ്ങളല്ലല്ലോ. ഭൂമുഖത്ത് മനുഷ്യ ചരിത്രത്തിലുടനീളമായിട്ട് നമ്മൾ ഒരുപാട് വിഭാഗങ്ങളെ കാണുന്നുണ്ട്. പല സംഘങ്ങളായിട്ട് അവരറിയപ്പെടുന്നുണ്ട്, പല പേരുകളിലായിട്ട്. തൊട്ടുമുകളിലുള്ള 17-ാമത്തെ ആയത്തിൽ നമ്മൾ അതിന്റെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന വിവിധ വിഭാഗങ്ങളെ കുറിച്ചുള്ള പരാമർശം കാണുകയുണ്ടായി. സത്യവിശ്വാസികൾ, അല്ലദീന ഹാദു എന്ന് ഖുർആൻ പരാമർശിക്കുന്ന യഹൂദർ, സാബികൾ, നസാറാക്കൾ, മജൂസികൾ, മുശ്രിക്കുകൾ, ഇങ്ങനെ പല വിഭാഗങ്ങളുമാണ്. പക്ഷെ ഇതിനെയൊക്കെ ആറ്റിക്കുറുക്കിക്കൊണ്ട് അള്ളാഹു രണ്ട് വിഭാഗമായിട്ടാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. രണ്ട് വിഭാഗമേ ഉള്ളൂ. അതിലൊന്നാമത്തേത് പ്രവാചകന്മാരുടെ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് സത്യമാർഗത്തിൽ ജീവിച്ച എല്ലാ കാലഘട്ടത്തിലെയും ആളുകൾ. അവരൊരൊറ്റ സംഘമാണ്, ഒരു ഹസ്മാണ്, അല്ലെങ്കിൽ ഹസ്മത്താണ്. ഒരു വിഭാഗം അവരാണ്. രണ്ടാമത്തെ വിഭാഗം പ്രവാചകന്മാരുടെ മാർഗദർശനം സ്വീകരിക്കാതെ അതിനോട് പുറംതിരിഞ്ഞു നിന്ന വിഭാഗമാണ്. ആ വിഭാഗം ഒരുപാട് വിഭാഗങ്ങളായിട്ട്, ഉപവിഭാഗങ്ങളായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. പക്ഷെ പൊതുവായി പറയുമ്പോൾ അവരെല്ലാവരും തന്നെ പിഴച്ചുപോയ ആളുകളാണ്. സത്യവിശ്വാസ പാതയിലുള്ള പ്രവാചകന്മാരെ പിൻപറ്റിയ ആളുകളാണ് ഒന്നാമത്തെ വിഭാഗമെങ്കിൽ, പ്രവാചകന്മാരോട് ഇടഞ്ഞു നിന്ന് അവരെ പിന്തുടരാൻ സന്നദ്ധരാവാതെ വ്യതിചലനങ്ങളിലേക്ക് പലതുമായിട്ട് പോയ ആളുകൾ, അവര് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടാവും. പല വ്യത്യസ്ത ലേബലുകൾ ക്യാരി ചെയ്യുന്ന, മാർഗഭ്രംശം ഏറ്റുവാങ്ങിയ ആളുകളാണ് അവർ. അപ്പൊ രണ്ട് വിഭാഗങ്ങൾ, ഹാദാനി ഹസ്മാനി, രണ്ട് വിഭാഗങ്ങളാണ്, രണ്ട് കക്ഷികളാണ് ഇവർ. ഇഖ്തസമു ഫീ റബ്ബിഹിം,
അവര് തങ്ങളുടെ രക്ഷിതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിൽ ഏർപ്പെട്ടവരാണ്. ഫല്ലദീന കഫറു, അതിലെ ഒരു വിഭാഗം നിഷേധികളാണല്ലോ സ്വാഭാവികമായിട്ടും, കാഫിറുകൾ. ഫല്ലദീന കഫറു, സത്യനിഷേധികൾ. ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരി, അവർക്ക് നരകത്തിൽ നിന്നുള്ള ഒരു വസ്ത്രം, നരകത്തിൽ നിന്നുള്ള ഒരു തുണി അവർക്കായിട്ട് മുറിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് അള്ളാഹു പറയുന്നത്. വരാൻ പോകുന്ന ഒരു കാര്യത്തെ സംഭവിച്ച പോലെ അവതരിപ്പിക്കുന്നത് അതിന്റെ ഗൗരവവും അതിന്റെ ഇമ്മീഡിയസിയും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പൊ ഒരു വിഭാഗം അവര് ഫല്ലദീന കഫറു, സത്യനിഷേധികൾ, ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരി, നരകത്തിൽ നിന്ന് അവരെ പൊതിയാനുള്ള, അവർക്ക് ആവരണമാകാനുള്ള ഒരു തുണി മുറിച്ചെടുക്കപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. ആ തുണി അവരെ ആവരണം ചെയ്യാനിരിക്കുകയാണ്, അവരെ മൂടിപ്പുതക്കാനിരിക്കുകയാണ്. എന്താണ് തുണി? അത് നരകത്തിൽ നിന്നുള്ള തുണിയാണ്. ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ചില പദങ്ങളും ആശയങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു വിവരിക്കുകയാണ്. നരകത്തിന്റെ അനുഭവങ്ങളുടെ വ്യത്യസ്തമായ രൂപങ്ങളും തലങ്ങളും ഒന്നും കൃത്യതയോടുകൂടി നമുക്കറിയില്ല. നമുക്ക് പരിചയമുള്ള ആശയങ്ങളാണ് ആളിക്കത്തുന്ന തീയും അതുപോലെ മേലണിയുന്ന വസ്ത്രവും ഒക്കെ തന്നെ. ഈ രൂപകങ്ങൾ വെച്ചുകൊണ്ട് നരകത്തെ നമ്മളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ അതിഭീകരമായ ഒരു അനുഭവമാണ് അതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്ര മാത്രമേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ളതൊക്കെ നമ്മുടെ ഭാവന മാത്രമാണ്. അപ്പോ അള്ളാഹു പറയുന്നത് നിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരി, നരകത്തിൽ നിന്നുള്ള ഒരു വസ്ത്രം, ഒരു തുണി, വസ്ത്രമായിട്ടില്ല, മെറ്റീരിയലാണ്. അവരെ മുടി പൊതിയാനുള്ള ഒരു തുണി അവർക്കായിട്ട് മുറിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അവരുടെ കാര്യത്തിൽ നരകം അവരെ ആവരണം ചെയ്യും എന്ന കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. യുസബ്ബു മിൻ ഫൗഖിഹി, യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, അവരുടെ ശിരസ്സുകളുടെ മുകളിലായിട്ട് തിളച്ച വെള്ളം അവരുടെ മേൽ കോരി ഒഴിക്കപ്പെടും. യുസബ്ബു എന്ന് പറഞ്ഞാൽ കോരി ഒഴിക്കപ്പെടുക, പോർ ചെയ്യുക. മലയാളത്തിലെ പാരുക എന്നൊക്കെ പറയുന്ന പദം ഇംഗ്ലീഷിൽ ആ വാക്കുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം, അവരുടെ ശിരസ്സുകളുടെ മുകളിൽ നിന്നായിട്ട് കോരി ഒഴിക്കപ്പെടുന്നു. അൽ ഹമീം, തിളയ്ക്കുന്ന വെള്ളം. അപ്പോ തിളച്ച വെള്ളം അവരുടെ ശിരസ്സുകളുടെ മുകളിൽ നിന്നായിട്ട് അവരുടെ മേല് കോരി ഒഴിക്കപ്പെടുക. അപ്പോ നരകത്തിൽ നിന്ന് മുറിച്ചെടുക്കപ്പെട്ട തുണി അവരെ ആവരണം ചെയ്യാനിരിക്കുന്നു. അതാണ് ഒരു വിവരണം. രണ്ടാമത്തത്, തിളച്ച വെള്ളം അവരുടെ തലയിലൂടെ കോരി ഒഴിക്കപ്പെടാൻ പോകുന്നു. രണ്ടാമത്തെ വിവരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നരകത്തെയും സ്വർഗത്തെയും കുറിച്ചുള്ള വിവരണങ്ങള് നമുക്ക് പരിചയമുള്ള ചില ആശയങ്ങള്, ചില രൂപകങ്ങള്, ചില പ്രതീകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിവരിച്ചു തരികയാണ്. എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ വിവരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പരിചയമുള്ളത് അതാണ്. ആ ഭാഷയിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വിവരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഹ്യതക്കപ്പുറത്തായിട്ട് അത് മാറും. നമുക്കത് വലിയ ദുർഗ്രഹമായ സംഗതിയായിട്ട് മാറും. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ നമുക്ക് പരിചയമുള്ള ആശയങ്ങളും പ്രതീകങ്ങളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിവരണം. അപ്പൊ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരി, നരകത്തിൽ നിന്നുള്ള ഒരു തുണി അവർക്കായിട്ട് മുറിക്കപ്പെട്ടിരിക്കുന്നു. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, അവരുടെ തലക്ക് മീതെ ആയിട്ട് തിളച്ച വെള്ളം കോരി ഒഴിക്കപ്പെടുകയും ചെയ്യും. ആ തിളച്ച വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ഭൗതിക ലോകത്തുള്ള തിളച്ച വെള്ളം നമ്മൾ തലയിൽ ഒഴിച്ചാലുള്ള അവസ്ഥയാണ് ഓർമ്മയിൽ വരിക. എന്നാൽ അതിൻ്റെ ഒക്കെ എത്രയോ
ഉപരിയാണ് ഇവിടെയുള്ള വിവരണം. ഒന്ന് നോക്കുക. യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ്. രണ്ട് സംഗതിയാണ് അല്ലാഹുവിടെ പറയുന്നത്. അവരുടെ ഉദരങ്ങളിലുള്ളതിനെ ഉരുക്കി കളയുന്നതാണ് തൊലിക്ക് പുറമെ. വൽ ജുലൂദ്, അവരുടെ ജിൽദ്, അവരുടെ ചർമ്മങ്ങൾ തീർച്ചയായിട്ടും വെന്തുരുകിപ്പോവും. അതുപോലെ തന്നെ അവരുടെ ഉദരങ്ങളിലുള്ളതും വെന്തുരുകിപ്പോവും. അകം കലങ്ങിപ്പോകുന്ന വിധത്തിലുള്ള അത്രയും തിളച്ച വെള്ളം അവരുടെ ശിരസിലൂടെ കോരി ഒഴിക്കപ്പെടുന്നു. അതുകൊണ്ട് ചർമ്മം ഉരുകിപ്പോകുന്നു, അളിഞ്ഞു പോകുന്നു ഒന്നുമല്ല പറയുന്നത്. അത് മാത്രമല്ല, അവരുടെ ഉദരങ്ങളിലുള്ളത് പോലും ഉരുകിപ്പോകുന്ന വിധത്തിലുള്ള വെള്ളം. വലഹും മഖാമിഉ മിൻ ഹദീദ്, അവർക്കായിട്ട്, അവരെ കൈകാര്യം ചെയ്യാനായിട്ട് ഇരുമ്പ് കൊണ്ടുള്ള ദണ്ഡുകളും ഉണ്ടായിരിക്കും. മഖാമിഅ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള കൊളുത്തുള്ള വലിയ നീളമുള്ള ദണ്ഡിനാണ് മഖാമിഅ എന്ന് പറയുന്നത്. കൊളുത്തി വലിക്കാനും അതുപോലെ പ്രഹരിക്കാനും ഒക്കെ പറ്റുന്ന വിധത്തിലുള്ള മഖാമിഅ ആണ് ഇരുമ്പ് കൊണ്ടുള്ള, ഉരുക്ക് കൊണ്ടുള്ള മഖാമിഅ അവർക്കായിട്ട്, അവരെ കൈകാര്യം ചെയ്യാനായിട്ട് ഉണ്ടാകും. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ, വേദനയും വിഷമവും പ്രയാസവും ഒക്കെ ആയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു കടക്കാൻ അവര് എപ്പോഴൊക്കെ ശ്രമിക്കുന്നുവോ, വിഭ്രാന്തിയായിട്ട്, മിൻ ഗം എന്ന് പറഞ്ഞാൽ വിഷമം, മനോവിഷമവും ഭയപ്പാട്, ഇതൊക്കെയാണ് അതിന്റെ സൂചന. പലയിടത്തും ഖുർആനിൽ നേരത്തെ നമ്മൾ അത് കണ്ടിട്ടുണ്ടാവാം. ഗം എന്ന് പറഞ്ഞാൽ വലിയ കഠിനമായ ഹൃദയവേദനയുള്ള, ദുഃഖഭാരം പേറേണ്ടി വരുന്ന, അല്ലെങ്കിൽ വ്യസനമോ വിഭ്രാന്തിയോ ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥ. അപ്പൊ ഈ ഗമ്മിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവര് ഈ നരകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഒഴീദൂഫിയ, അവരതിലേക്ക് തന്നെ മടക്കപ്പെടും. പുറത്തു കിടക്കാൻ കഴിയില്ല. അവര് പുറത്തൊക്കെ ഒന്ന് വന്നു നോക്കുന്നല്ലാതെ അതിലേക്ക് തന്നെ ഉരുണ്ട് മറിഞ്ഞു വീഴും. അവർക്ക് പുറത്ത് പോകാൻ സാധ്യമല്ല. എത്ര ശ്രമിച്ചാലും ഈ നരകാവസ്ഥയിൽ നിന്ന് അവർക്ക് പുറത്തു കിടക്കാൻ സാധ്യമല്ല. അതിനുവേണ്ടി അവര് വെപ്രാളപ്പെട്ട് വിഭ്രാന്തിയോടുകൂടി അതിന് ശ്രമിച്ചാൽ ഒഴീദൂഫിയ, അവരതിലേക്ക് തന്നെ തള്ളിയിടപ്പെടും. വദൂഖു അദാബൽ ഹരീഖ്, ഈ കരിച്ചു കളയുന്ന ശിക്ഷ ആസ്വദിച്ചോളൂ, അങ്ങനെയാണ് അവരോട് പറയപ്പെടുക. അങ്ങനെയാണ് അവരോട് പറയപ്പെടുക എന്ന് ഇവിടെ പറയുന്നില്ല. അത് ഈ വാചക ഘടനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിർദ്ദേശം മാത്രമാണ് അവിടെ വരുന്നത്. വദൂഖു, നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു കൊള്ളുക, അദാബൽ ഹരീഖ്, ഹരീഖിന്റെ, നരകത്തിന്റെ, കരിച്ചു കളയുന്ന ഇടത്തിന്റെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നാണ്. അതാണ് അവരോട് പറയപ്പെടുന്നത്, അതാണ് അവർ കേൾക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവര് നരകത്തിലേക്ക് വീണ്ടും തള്ളിയിടപ്പെടുന്നത്. ഈ കാര്യമാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അപ്പോ മനുഷ്യരാശി രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിയുന്നു. അവരുടെ സ്രഷ്ടാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അവരുടെ റബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ തർക്കിച്ചുകൊണ്ട് അവര് രണ്ട് കക്ഷികളായി മാറുന്നു. അതിലൊരു കക്ഷിയാണ് സത്യനിഷേധികൾ. അവരുടെ കാര്യമാണ് ഇവിടെ അള്ളാഹു വിവരിക്കുകയുണ്ടായത്. അവരെ കാത്തിരിക്കുന്നത് അവർക്കായിട്ട് മുറിച്ചെടുക്കപ്പെട്ട നരകത്തിലെ വസ്ത്രമാണ്, നരകത്തിലെ തുണിയാണ്. ഒന്നാമത്തത്, തലയിലൂടെ വളരെ പൊള്ളുന്ന തിളച്ച വെള്ളം അവരുടെ മേൽ ഒഴിക്കപ്പെടും. അത് സാധാരണ വെള്ളമല്ല. അവരുടെ തൊലി മാത്രമല്ല, ഉദരങ്ങളിലുള്ളത് പോലും, ഇന്റേണൽ ഓർഗൻസ് പോലും ഉരുകിപ്പോകുന്ന അത്രയും കഠിനമായ ചൂടുള്ള ദ്രാവകം ആണ് അവരുടെ തലക്ക് മീതെ ഒഴിക്കപ്പെടാൻ പോകുന്നത്. അതിന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പുറത്തു കടക്കാൻ. പക്ഷെ അതിലേക്ക് അവരെ വീണ്ടും തള്ളിയിടപ്പെടുകയാണ്.
അതിനു വേണ്ട മക്കാമ്യ ദണ്ടുകള്, ഇരുമ്പ് ദണ്ടുകള്, ലോഹ ദണ്ടുകള്, ഉരുക്ക് ദണ്ടുകള് അവിടെ തയ്യാറാക്കപ്പെട്ടു വെച്ചിട്ടുണ്ടാവും. അവരോട് പറയപ്പെടുക, കരിച്ചു കളയുന്ന ഈ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്നാണ്. വളരെ നരകവും സ്വർഗവും വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെടുമ്പോൾ വളരെ ഭാവുകത്വമുള്ള, ഭാവനാപരമായ എന്നൊക്കെ പലർക്കും തോന്നുന്നുണ്ടാവും. അങ്ങനെയാണ് പലരും വളരെ ബാലിശമായ വാദങ്ങള് വിശുദ്ധ ഖുർആനെതിരിൽ ഉന്നയിക്കാറുള്ളത്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, അക്ഷരം പ്രതി സത്യമായ ഒരു കാര്യമാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. സാങ്കല്പികം, ഭാവുകത്വമുള്ളത്, കാൽപ്പനികം, വെറും ഭാവനയിൽ മാത്രം കാണാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള നിലക്ക് പലരും അതിനെ ആക്ഷേപിക്കുകയും അതിനെ തമാശയാക്കിയെടുക്കുകയും ചെയ്യുന്നു എന്നതൊരു വസ്തുതയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സന്തോഷം ഉള്ള ഒരു അനുഭവം ഉണ്ടായാൽ നമ്മളത് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് തന്നത് നമ്മളെ സന്തോഷിപ്പിച്ചു എന്ന് വെക്കുക. അതിനേക്കാൾ വലിയ ഒരു സമ്മാനം നമുക്ക് കുറച്ചു കഴിഞ്ഞ് കിട്ടുമ്പോൾ നമ്മുടെ സന്തോഷം അതിനേക്കാൾ ഇരട്ടി വർദ്ധിച്ചതായിട്ട് കാണും. ഈ സന്തോഷം നമുക്ക് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു പോകാൻ ഒരുപാട് സാധ്യതകൾ കിടക്കുന്നുണ്ട്. എല്ലാ പോസിറ്റീവായ അനുഭവങ്ങളും ഒരേ അളവിലുള്ള സന്തോഷമല്ല നമുക്ക് തരുന്നത്. എല്ലാവർക്കും അറിയാം. ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ട്, അതിനേക്കാൾ വലിയ സന്തോഷങ്ങളുണ്ട്, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ സ്വപ്നതുല്യമായ സന്തോഷങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ യാഥാർത്ഥ്യമാണ്. ഇതേപോലെ ചെറിയ ചെറിയ വിഷമങ്ങളുണ്ട്, അതിനേക്കാൾ വലിയ വിഷമങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. വളരെയേറെ 10 മടങ്ങ് 1000 മടങ്ങ് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ട്. ഏറ്റവും കടുത്ത സ്വപ്നത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതുപോലും ഒരു സ്വപ്നം കാണുന്നത് പോലും അതിഭീകരമായ അനുഭവമായിട്ട് മാറുന്ന വിധത്തിലുള്ള വേദനയും ദുഃഖവും ഒക്കെ ഉണ്ടാക്കുന്ന അനുഭവങ്ങളും. അപ്പൊ സന്തോഷം എത്രയും വർദ്ധിപ്പിക്കാം, ഇരട്ടിപ്പിക്കാം. ദുഃഖവും വിഷമവും വേദനയും ഇതേപോലെ വർദ്ധിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമുക്കതിന്റെ ടോർച്ചറിന്റെ അല്ലെങ്കിൽ ഫിസിക്കൽ പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്യുന്നതിന്റെ പല കഥകളും അനുഭവ കഥകളും വായിക്കാൻ കഴിയും. പ്രത്യേകിച്ച് അക്രമപരമായ രീതിയിൽ ജനങ്ങളെ അടക്കി വാഴുന്ന ഭരണകൂടങ്ങളുള്ള നാടുകളിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ടോർച്ചർ, അതികഠിനമായ പീഡനം. പഴയകാലത്ത് ജമാൽ അബ്ദുൽ നാസറിന്റെ ഭരണത്തിന് കീഴിൽ ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമീൻ പ്രവർത്തകര് അനുഭവിച്ചതായിട്ട് അവരുടെ ജീവിതക്കുറിപ്പുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ചില വിവരണങ്ങളുണ്ട്. അതിഭീകരമായ അനുഭവങ്ങളിലൂടെയാണ് അവർക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനുഷ്യരുടെ ഭൗതിക ലോകത്ത് തന്നെ കഠിനമായ ശിക്ഷകൾ നടപ്പിലാക്കപ്പെടാറുണ്ട്. അത് വർദ്ധിപ്പിക്കാനും സാധിക്കും. അതേപോലെ തന്നെ സന്തോഷം, നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളുള്ള പോലെ ഒരുപാട് വർദ്ധിതമായ തോതിലുള്ള സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും. എല്ലാം ഒരേ അളവിലല്ല. സ്വർഗ നരകങ്ങളെ കുറിച്ച് ഖുർആനിലെ വിവരണം കാണുമ്പോൾ ഈ ഒരു വസ്തുത നമ്മൾ മറക്കാതിരുന്നാൽ മതി. സന്തോഷം നമുക്ക് എത്ര വേണമെങ്കിലും വർദ്ധിതമായിട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. വേദനയും അതുപോലെ തന്നെ, ശാരീരിക വേദനയും മനസ്സിന്റെ ഗമ്മും എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാം. അങ്ങനെയും സാധ്യത നിലനിൽക്കുന്നുണ്ട്. സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ് എന്നത് ബോധ്യപ്പെടാൻ നമുക്ക് ഈ ജീവിത അനുഭവങ്ങളുടെ വിലയിരുത്തൽ തന്നെ ധാരാളം മതിയായതാണ്. വിശുദ്ധ ഖുർആനിലെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ അക്ഷരം പ്രതി ഹക്കാണ് എന്നത് ഉൾക്കൊള്ളുകയാണ് ഏറ്റവും പ്രായോഗികമായ
ഏറ്റവും ശരിയായ ഒരു രീതി. അതിനെ നിസ്സാരമാക്കി നമ്മളെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പലതുമാക്കാൻ വേണ്ടിയുള്ള സംഗതിയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാകും. പക്ഷെ അത്തരം ആളുകൾക്ക് ജീവിതം എന്താണ് എന്നത് വസ്തുതകളുടെയും യാഥാർത്ഥ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു തരാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെയും നരകത്തെയും ഈ വിധത്തിൽ വിവരിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം മനുഷ്യന്റെ ഭാഷ അതാണ്. മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭാഷ അതാണ്. മനുഷ്യന് കാര്യങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു രീതിയാണത് എന്നതാണ് അതിനുള്ള ഉത്തരമായിട്ട് ഞാൻ കണ്ടെത്തുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നരകശിക്ഷയുടെ വിവിധ ഭീകരമായ അനുഭവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.